ആ വെള്ളം പരിശോധിക്കണം. എന്നാലും നമുക്ക് അതെന്താണ് കംപ്ലൈൻറ്റ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിൽ അതിനുള്ള സൊല്യൂഷൻ ഉണ്ട്. ഹായ്, എല്ലാവർക്കും അക്കോബ്രോയുടെ പുതിയൊരു വ്ളോഗിൽ സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് തൃശ്ശൂരിലാണ്. ഇവിടെ പുതിയ വീട് വയ്ക്കണം. അപ്പോൾ ഭയങ്കരമായിട്ട് കലക്ക് വെള്ളമാണ്. നമ്മൾ സാധാരണ കലക്ക് വെള്ളമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിൽറ്ററിനെ പറ്റിയൊന്നും പണ്ടൊന്നും ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ മിക്കവർക്കും എപ്പോഴും യൂട്യൂബിലൊക്കെ കണ്ടിട്ട് പരിചയമായിട്ടുണ്ടാവും. നമ്മൾ ഇവിടെ വന്നുള്ള വീട് എന്ന് പറഞ്ഞാൽ പുതിയ വീടാണ്. ഇത് ഭയങ്കരമായിട്ട് കലക്ക് വെള്ളമായിട്ടാണ് അവർ നമ്മളെ വിളിച്ചത്. അപ്പോൾ നമ്മുടെ കയ്യിൽ അതിനുള്ള സൊല്യൂഷൻ ഉണ്ട്. നമ്മൾ ഈ ഫിൽറ്റർ ഇപ്പം ഇവിടെ ഫിറ്റ് ചെയ്തിട്ട് ഇത് ക്ലീൻ ആക്കിയുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ക്ലിയർ ആയിട്ടുള്ള നമ്മുടെ റിസൾട്ട് കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. നമുക്ക് ഇവിടുത്തെ കോൾ വന്നപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ സൈറ്റ് വിസിറ്റ് ചെയ്യാൻ വന്നു. കിണറുള്ള അപ്പോൾ കലങ്ങിയതായിരുന്നു. ആ വെള്ളം പരിശോധിക്കണം. എന്നാലും നമുക്ക് അതെന്താണ് കംപ്ലൈൻറ്റ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ആ വെള്ളം പരിശോധിക്കാനായിട്ട് വെള്ളം എടുത്തിട്ട് ലാബിൽ കൊടുത്തു, ചെക്ക് ചെയ്യാൻ കൊടുത്ത് ഒരു 4-5 ദിവസത്തിനുള്ളിൽ റിസൾട്ട് കിട്ടി. അപ്പോൾ വെള്ളത്തിന് കംപ്ലൈൻറ്റ് മനസ്സിലായി. അപ്പോൾ നമ്മൾ അതൊരു കൊട്ടേഷൻ കൊടുത്തു. അതിന് ശേഷം ഇവിടെ അവർ ഓക്കെ. അപ്പോൾ ഇവിടെ വന്നിട്ട് എങ്ങനെ ഫിറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അതായത് ഇവിടെ മണ്ണിട്ട് നികത്തിയ സ്ഥലമാണ് അത്. അപ്പോൾ ഇവിടെ ഒരു കോൺക്രീറ്റ് കൊണ്ട് ഒരു പ്ലാറ്റ്ഫോം പണിതിട്ട് ഇതിലാണ് നമ്മൾ ഫിൽറ്റർ വയ്ക്കണത്. അപ്പോൾ ആ ഫിൽറ്ററിൻ്റെ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യണം എന്നുള്ളതും കൂടി നമുക്ക് കാണാം. നമ്മുടെ അപ്പോൾ ഫിറ്റിങ് കഴിഞ്ഞു. നമ്മളപ്പോൾ വെള്ളം ഔട്ട് ചെക്ക് ചെയ്യാനായിട്ട് വന്നതാണ്. ഫിൽറ്ററിൻ്റെ ഔട്ടിലെ വെള്ളം കിണറിലെ വെള്ളം കണ്ടുല്ലോ. ഇതേ വെള്ളം കണ്ണീര് പോലെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ ഫിൽറ്റർ വെള്ളത്തിൻ്റെ ക്വാളിറ്റി. നമ്മുടെ ഫിൽറ്റർ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതിട്ടോ. നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. എന്തായാലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കുക.